ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണല്ലേ കാണുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ബാലിദ്വീപ് എക്സിബിഷന് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ വന്നതാണ് കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കോർണറുകളും അതുപോലെ കിഡ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ കളറായിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. ഓണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഓണത്തിന് എല്ലാ തവണയും എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഓരോരോ എക്സിബിഷൻ വരാറുണ്ടെങ്കിലും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസൊക്കെ എടുത്തത് കുറവാണ്, കൂടുതലും വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അണ്ടർഗ്രൗണ്ടിലായിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കാണുന്ന മിനി ആയിട്ടുള്ള ഫിഷുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതും ഭയങ്കര കളർഫുള്ളായിരുന്നു. പിന്നെ ഒരു സെക്ഷനിലേക്ക് പോയപ്പോൾ വലിയ വലിയ മീനുകൾ മാത്രമേ അവിടെ കാണുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ കയറിയിട്ട് എനിക്ക് കിട്ടിയത്. 100 രൂപയാണ് ഇവിടുത്തെ എൻട്രി ചാർജ് വരുന്നത്. പക്ഷെ ആ 100 രൂപക്ക് അതിൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ഫിഷിനെ പിടിച്ച് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സമ്മാനം തരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ നമുക്കൊരു കൂപ്പൺ ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും പ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടുമായിരിക്കുമല്ലേ? കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരുടെയും പേര് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇക്കാക്കയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പുകളിലേക്ക് കടന്നു. ഞാൻ വിചാരിച്ച് ഇപ്പം തീരും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഇത് കൂടിക്കൂടി വരാമെന്നല്ലാതെ ഷോപ്പുകൾ കുറയുന്നേ ഇല്ല. കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ചിലവായിരിക്കും. എന്തായാലും നല്ല സാധനങ്ങളാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല. നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പർച്ചേസ് ചെയ്തില്ല കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു. ഇത് നോട്ടുകെട്ടുകളായിരുന്നു, കുറച്ച് വലിയതായിപ്പോയി. പിന്നെ നമ്മൾ ജസ്റ്റ് ഓൾഡ് മിഠായികളൊക്കെ കണ്ടിട്ടാ, സിഗരറ്റ് മിഠായി, അതുപോലെ ഗോൾഡ് കോയിൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരും പറയുന്നത് ഈ നൊസ്റ്റാൾജിക് എന്നൊക്കെ, പക്ഷെ ഞാനിത് ചെറുതിൽ കണ്ടിട്ടൊന്നുമില്ല, എന്താണാവും. പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇക്കാകെ പേയ്മെൻ്റൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. ഒരു കത്തി മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ ഒരു കത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം അടുത്തത് കിഡ്സിൻ്റെ കോർണറായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യത്തേനേലും കുറച്ച് റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഇങ്ങനെ സ്റ്റോളുകൾ ഇടുമ്പോൾ ഭയങ്കര റേറ്റാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല, അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു. പിന്നെ ഈ അടുത്തത് കാണുന്ന ഈ ഷോപ്പ് ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മുങ്ങിക്കളഞ്ഞതാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, ഈ ഷോപ്പിൽ നിറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ബാഗ് കളക്ഷൻ ഉണ്ട്. അധികം നേരം ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും കുട്ടികളുടെ ഷോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിൽ എൻ്റെ കണ്ണിൽ കുടുങ്ങിയ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. ഈ ചെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് മുങ്ങി. ഇക്കാക വേണമെങ്കിൽ വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ ചെന്നത് ഒരു അത്തറിൻ്റെ ഷോപ്പിലായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു ഈ ഒരു ഷോപ്പിൽ. അവിടെ നിന്നൊരു അത്തറും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂട്ടീസിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം കഴിയുമെന്ന് കരുതിയിട്ടാണ് ഈ നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കടകളും കളക്ഷനുകളും ഒട്ടും കഴിയുന്നില്ല. അതിനിടയ്ക്ക് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സെക്ഷനിലേക്ക് വന്നപ്പോഴേക്കും അച്ചാറുകളാണ് കൂടുതൽ കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല അച്ചാറുകളോട്, അതുകൊണ്ട് ഞാനങ്ങനെ എടുക്കാൻ നിന്നില്ല. പക്ഷെ കണ്ടപ്പോൾ കപ്പലോടാതിരിക്കില്ലല്ലോ, അങ്ങനൊരു സംഭവം മാത്രം. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഫോട്ടോ എടുക്കുന്നു, ലൈവായിട്ട് വരച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചക്ക ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ചക്കയോടും താല്പര്യമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മുങ്ങി. പിന്നെ അടുത്തത് ഈ കാണുന്ന കംപ്ലീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഷോപ്പിങ്ങിന് വേണ്ടി പല ഐറ്റംസ് ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സെറാമിക് പോട്ട്സൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഗെയിം സോൺ ആയിരുന്നു. മുമ്പ് ഞാനും ഇക്കാകയൊക്കെ ഒരുപാട് തവണ കടകളിലൊക്കെ പോയിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നൊസ്റ്റു ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നായിരുന്നു. ഇക്കാക അവിടെ നിന്ന് കുറേ നേരം നിന്ന് കളിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ടാണ് കേട്ടോ വന്നത്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയത് പാനിപ്പുരി. പക്ഷെ നമ്മൾ വാങ്ങിയില്ല. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടായിരുന്നു അപ്പോൾ വന്നത്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അടുത്തത് എൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കിന്നതിലൊന്നും കയറാൻ പറ്റിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കാക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ്, ഒന്നിലും കയറില്ല. സോ എനിക്കും കയറാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ കയറുന്ന ഇഷ്ടമാണ്, പക്ഷെ കമ്പനിക്ക് ആരെങ്കിലും വേണം, അതുകൊണ്ട് കയറിയില്ല. പിന്നെ എന്നോട് പറയുന്നത് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാം, അതെനിക്ക് താല്പര്യമില്ല.
ട്രെയിനിൽ കുഞ്ഞു പിള്ളേർ പോലും കയറുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടാന്ന് വെച്ച് ക്യാൻസൽ ചെയ്തു, നമ്മൾ അവിടെ നിന്ന് പോന്നു. പക്ഷെ നിങ്ങളോട് പറയാനുള്ളത് 100 രൂപയ്ക്ക് അടിപൊളി പോത്തായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, കഴിയുന്ന എല്ലാവരും പോണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.